somehow. One step closer. I have died every day waiting for you, darling. Don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. Time stands still, beauty in all she is. I will be brave. I will not let anything take away what's standing in front of me. Every breath, every hour has come to this. One step closer. I have died every day waiting for you, darling. Don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. One step closer. One step closer. I have died every day waiting for you, darling. Don't be afraid. I have loved you for 1,000 years. I love you for 1,000 more. And all along I believed I would find you. Time has brought your heart to me. I have loved you for 1,000 years. I love you for 1,000 more. മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും.
തൂലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറിച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകർന്നസ്ത്രതയും നീ ഭയപ്പെടേണ്ട. നേരത്തെ സഞ്ചരിക്കുന്ന മഹാമാരിയെയും മറ്റു ചില നാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചുവന്നേക്കാം, നിന്റെ വലത്ത് വശത്ത് 10,000 എങ്കിലും നിനക്ക് അനർത്ഥവും സംഭവിക്കുകയില്ല. നിന്റെ കണ്ണുകൾക്കുള്ളതിൽ നീ കാണും. ഈ കർത്താവിൽ ആശ്രയിച്ചു നീ വാസം നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവർ ഒപ്പിക്കും. അവർ നിന്നെ കൈകൾ വലിച്ചുകൊള്ളും. സിംഹത്തിന്റെയും മലയുടെയും മേൽ നീ ചവിട്ടി നടക്കും. സിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോടൊട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ സംരക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇവരാരംഭിക്കാനിരിക്കുന്ന കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ മരണം വരെ നിലനിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഇവരെ സമർപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Amen.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ വിവാഹ വാഗ്ദാനത്തിനായി തിരുമുൻപിൽ അടങ്ങിയിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയും. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവ് ധനികർ ദരിദ്രരാകാം, വിശുദ്ധ പറയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? അകൃത്യത്തിൽ നിന്ന് അകന്ന് നന്മ ചെയ്യും, സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനേക്കും. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥനേക്കും. കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അതുവഴിയാണ് ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമാകുന്നതിനും
നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനേക്കും നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവിന്റെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6:25 മുതലുള്ള തിരുവചനങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും എന്തു പാനം ചെയ്യുമെന്ന ജീവനെ കുറിച്ചോ എന്തു ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ല. ആകാശപ്പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പൊറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ് ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വ മഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുമെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിചാരികരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ പർച്ചേസിങ് നടത്തിയിട്ടുണ്ടാവും. നല്ല ഒരുപാട് ഹയർ റേറ്റിലുള്ള പർച്ചേസിങ് ചെയ്യുമ്പോൾ നമുക്കൊരു കാർഡ് തരും. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കാർഡ് ലഭിക്കുന്നുണ്ടെങ്കിലും വാറണ്ടി അല്ലെങ്കിൽ ഗ്യാരണ്ടി കാർഡ് നമുക്ക് ലഭിക്കും. അതെന്തിനാണ് തരുന്നത് നമുക്കറിയാം അല്ലേ? കാരണം എന്ത് വരാനായിട്ട് സാധ്യതയുണ്ട്, ഡാമേജ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കാർഡ് വെച്ച് നമ്മളത് നന്നാക്കേണ്ടതായിട്ട് വരും. അതൊരൊറ്റ സെറ്റ് അവിടെ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട. ഇനി ലാൻഡോ, അതായത് നമ്മളൊരു മൊബൈൽ ഫോൺ പുതിയത് വാങ്ങണം. നല്ല വിലപിടിപ്പുള്ള ഒരു ക്വാളിറ്റിയുള്ള നല്ലൊരു കമ്പനി നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങണം. ഈ മൊബൈൽ ഫോൺ വാങ്ങി സാധാരണ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ നല്ല കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 2-3-4 ദിവസം കഴിയുമ്പോൾ ആ മൊബൈൽ ഫോണിൽ ജസ്റ്റ് ഒരു സ്ക്രാച്ച് വരുന്നുണ്ടാവുന്ന നെഞ്ചത്തൊരു വിഷമമുണ്ടല്ലോ. ജസ്റ്റ് മൊബൈൽ ഫോണിന് എവിടെയോ തട്ടിയൊരു സ്ക്രാച്ച് വരും. അപ്പോൾ നമുക്ക് ഒരു വിഷമാണ്. കാരണം ഒരാഴ്ച ആയിട്ടുള്ളൂ മൊബൈൽ ഫോൺ വാങ്ങിയിട്ട്. നമ്മളെല്ലാവരും കടന്നുപോയിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിയുമ്പോൾ പിന്നെ വരുന്നൊരു സ്ക്രാച്ച് നമ്മൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ ഒരു 2 വർഷം കഴിയുമ്പോഴേ ആ ഫോൺ താഴെ വീണ് കഴിയുമ്പോൾ അത്
അത് മൊബൈൽ ഫോൺ ആണോ എന്ന് പോലും തോന്നാത്ത രീതിയിൽ ചിന്ന ഭിന്നമായതിൻ്റെ സ്ക്രാച്ച് ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളധികം ആദ്യം ഉണ്ടായിരുന്ന ഒരു വിഷമം നമുക്കുണ്ടാവില്ല. കാരണം ആ സമയത്ത് നമ്മളത് നന്നാക്കാൻ കൊണ്ടുവരുന്നത് സാധാരണ നമ്മൾ ലോക്കൽ നമ്മുടെ ഈ ഫുട്പാത്തിൽ കാണുന്ന കടകളിൽ കൊടുക്കില്ലേ, ഏത് കമ്പനിയിൽ നിന്നാണോ ഞാൻ ആ മൊബൈൽ വാങ്ങിയത് അവിടെ റിപ്പയർ ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അതുപോലെ ലാൻഡോന് ദൃശ്യേന എവിടെ നിന്നാണ് കിട്ടിയത്? വീട്ടിൽ നിന്നാണ് മതി. ലാൻഡോന് ദൃശ്യേന കിട്ടുന്നത് കർത്താവിൻ്റെ അൾത്താരയുടെ മുന്നിൽ വെച്ചിട്ടാണ്. ഈ ഓഫീസിൽ വെച്ച് ലാൻഡോന് കിട്ടുന്നത് കർത്താവിൻ്റെ മുന്നിൽ അൾത്താരയിൽ വെച്ചിട്ടാണ്. ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യനാണ്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ഒരാൾ പെർഫെക്റ്റ് ആണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരണം. ഇവിടെ റിപ്പയർ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളുള്ളൂ ദാമ്പത്യ ജീവിതത്തിൽ. നമ്മൾ എല്ലായിടത്തും കൊണ്ട് അലമ്പാക്കി എല്ലാ ഘടനകളും കണ്ടില്ലേ. ചില രോഗങ്ങൾ വരുമ്പോൾ ഒരു ഡോക്ടറെ കണ്ടു, അവിടെ ശരിയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ രണ്ടാമത്തെ ഡോക്ടറെ കണ്ടു, അത് കഴിഞ്ഞ് പോകുന്നു. എല്ലാ ഡോക്ടർമാരും കണ്ട് ഒറ്റ മരുന്ന് ഭരിക്കാതെ ഒരു കൈ വയ്ക്കാൻ പറ്റാത്ത അലമ്പാക്കി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വൃത്തിക്കും പോകണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകളെ ഈ കർത്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പരിഹരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രം. അതൊരു സർവീസാണ്, ശുശ്രൂഷ മനോഭാവമാണ്. എഞ്ചിനീയറിംഗ് പറയുമ്പോൾ ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളൊരു പ്ലാനിങ്, ഒരു ഓർഗനൈസിങ്, ഡയറക്ഷൻ, ഇപ്പോൾ ഒരു ഫോർകാസ്റ്റിംഗ് മൈൻഡായിരിക്കണം. രണ്ട് നിങ്ങളുടെ ഫീൽഡുകളും ദാമ്പത്യ ജീവിതത്തിലും ഇപ്പോഴും ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫോർകാസ്റ്റിങ്ങോടുകൂടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത്. രണ്ട് ഡിഫറെൻറ്റ് പ്രൊഫഷനാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കാനായിട്ടുള്ളത്, എവിടെയൊക്കെയോ മൂന്നാമത് ഒരാൾ പ്രവേശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ പരാജയത്തിലേക്ക് വഴി നടക്കാനായിട്ട് സാധിക്കും. ഒന്നും നോക്കണ്ട, ഏത് തോട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന രണ്ട് ദമ്പതികളായിരുന്നു ആദവും ഹവ്വയും. ഇടയിൽ മറ്റൊന്ന് കയറി വന്നു, സാത്താൻ. പാമ്പിൻ്റെ എഴുത്തിൽ കയറി വന്നു. അവിടെ നിനക്ക് വെറുതെ സംശയമാകാൻ എല്ലാ സൗകര്യങ്ങളും നഷ്ടമാണ്. ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നിങ്ങൾ രണ്ട് പേരും ചേർന്നെടുക്കേണ്ട തീരുമാനങ്ങളാണ്. നിങ്ങൾ മൂന്നാമതൊരാൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞാണ് കുടുംബജീവിതം. അതൊക്കെ ഞങ്ങൾ ക്ലാസ്സുകളിലൂടെ കേട്ടിട്ടുണ്ടാകും. തിരിച്ചറിഞ്ഞ് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പരസ്പരം ആ ഒരു സ്നേഹത്തോടെ മുന്നോട്ട് പോയി ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ മരണം വരെ നിങ്ങളുടെ ഉദർവടിയെ ഉറച്ചു നിൽക്കുവാനും ഒരു നിമിഷം ഒരു നിമിഷം ഇവരാരംഭിക്കാനിരിക്കുന്ന ദാമ്പത്യ ജീവിതത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മാനുഷികമായ ബലഹീനതകളും കുറവുകളുള്ളവരുമാണ് ഈശോ സൃഷ്ടിച്ച മനുഷ്യരെല്ലാവരും. പരസ്പരം അംഗീകരിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കുറവുകളെ അംഗീകരിച്ച് ജീവിച്ച് ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുവാനുള്ള കൃപാകരം ഈ സഹോദരങ്ങൾക്ക് നൽകണമെന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കും. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനിലേക്കും പ്രാർത്ഥനയുടെ മറുപടിയായി കർത്താവ് ഈ ദാസരുടെ കരുണയുണ്ടാകണം എന്ന് നമുക്ക് ഒരുമിച്ച് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിനും ഹൃദയ വിശുദ്ധിയിലും അധിഷ്ഠിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹ തമ്മിലും ദൈവമായി നടത്തുന്നവരുടെ മരണപരമായ ബോധത്തോടെ സ്വീകരിക്കുവാൻ ഈ ദാസരെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഓരോരുത്തരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുൻപിൽ അടഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസരുടെ മേൽ കരുണയുണ്ടാകണം. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്ക് ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായ ദൃശ്യം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് വിവാഹ കൂദാശയിലൂടെ ലാൻഡോയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. സാക്ഷികൾ സഭയെ നിർമ്മലബദ്ധമായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമെന്ന് ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ മറിയോസിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാകട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയുടെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥാവിനേക്കും ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്നെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്തു. അബ്രാഹത്തിനെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കുക. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടുകൂടെ വിവാഹമെന്ന ഉദാശത്തെ അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപീരാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകേ, ആരാധിക്കുന്നു പാരാകേ. Rajanamu Kristunanamu
സ്വരുവാകുമീ മധ്യരക്ഷയ്ക്കായി കന്യകയിൽ അമ്മോ മണ്ണിടെ ജാതനായി അമ്മോ മണ്ണിടെ ജാതനായി ശോണിതത്തിന് വീണ്ടെടുത്തൊരിദാസരി നിൻ കൃപാകരം ചിന്തനേയും യാചിപ്പൂ ഞങ്ങൾ സാദരം നിത്യാനന്ദത്തിലീശനെ ഒത്തുചേരാക്കനീയനേ ഒത്തുചേരാക്കനീയനേ ചിരിയിൽ ഒതുങ്ങി മനസമ്മതം നീ മിഴിയാലെയോതി കളിവാക്കു ചൊല്ലി കരളിൻ്റെ ഉള്ളിൽ ഒരു പാടുനാളാ ഇതിയാനുമുണ്ടേ തിങ്കൾ തുളുമ്പും അഴകിൻ തടങ്ങളിൽ വിരലോടിയാൽ നീ വിടരും കൽഹാരം ചിരകാന്ന മൗനം ഹൃദയം കവർന്നു അഴകുള്ള നാണം ഷാരോൺ കിനാവിലെ മാതളം പൂത്തു പ്രേമം പകർന്നു അഭിഷേകതൈലം സീയോൻ തടങ്ങളിൽ സൗരഭ്യമൂർന്നു എൻ ശ്വാസവേഗം മളകങ്ങളാടി അതരം കവർന്നു മാധുര്യതീർത്ഥം ചിരകാനനം An empty street, an empty house, a hole inside my heart. I'm all alone, the rooms are getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And all my love
Now without further ado, let us invite our stars, the radiant couple, to break the stage. Now let's welcome our couple, Vishnu and Nandu, to the stage. A round of applause. This beautiful celebration with delighting of the camp. A symbol of prosperity, wisdom, and obedience. We invite the couple along with their families to join us for the Marking the special moment as a day they join together. सुनो ना संग मरमर की ये मीनारे कुछ भी नहीं है आगे तुम्हारे। आज से दिल पे मेरे राज तुम्हारा, ताज तुम्हारा। सुनो ना संग मरमर की ये मीनारे कुछ भी नहीं है बिन तेरे माध्यम माध्यम भी चल रही थी धड़कन। जब से मिले तुम हमें आंचल से तेरे बंधे दिल उड़ रहा है। सुनो ना आसमानों के ये सितारे कुछ भी नहीं है आगे तुम्हारे। ये देखो सपने मेरे नींदों से होके तेरे रातों से कहते हैं लो हम तो सवेरे हैं वो सच हो गए जो। सुनो ना दो जहानों के ये नजारे कुछ भी नहीं है आगे तुम्हारे। आज से दिल पे मेरे राज तुम्हारा, ताज तुम्हारा। सुनो ना संग मरमर की
மனசெல்லாம் மழையே நனைகிறேன் உயிரே என் நெஞ்சில் வந்து தங்கி சாரல் அடித்தாய் என்னாகும் உயிரே உயிரே என் கண்ணில் வந்து நின்று என்னை பறித்தாய் என்னாகும் உயிரே உயிரே இரவில் வந்தது சந்திரனா என் அழகே வந்தது உன்முகம்தான் வெண்ணிலவோ வாழ்ந்ததும் தேந்திடுமே உன் அழகோ தேந்திடாது வெண்ணிலா இருப்பது சூரியனா என் அழகே உன்னிற பார்வைகள் தான் உண்மைகள் போரிடும் ஆயுதம் தான் என் உயிரே என்னை என்ன செய்கிறான் மழையே மனம் உன்னாலே பூ பூக்குதே மனசெல்லாம் மழையே நனைகிறேன் உயிரே வானில் போகும் பறவைகளாய் நீயும் நானும் பிரிந்திடலாம் உலகையே மறக்கலாம் வேற வேற விண்வெளியில் மாறி மாறி திரிந்திடலாம் பறக்கலாம் மிதக்கலாம் காற்றாகி கை கோர்த்து போவோமே முகிலாகி எங்கும் இங்கும் ஊஞ்சலாடுவார் சாத்தியமா எதிரே நடப்பது மந்திரமா கண் பார்க்கும் காட்சிகள் தந்திரமா என் நேரம் எங்கு நீங்கி போவது கனவில் வாழ்வது சாத்தியமே என் கனவும் பலிப்பது நிச்சயமே உன் விரலை பிடிப்பேன் நிக்கணமே உன் உருவம் என்னுள் என்றும் வாழுமே மழையே மனம் உன்னாலே பூ பூக்குதே மனசெல்லாம் மழையே நனைகிறேன் உயிரே காதலாகி கரைந்து விட்டால் காலம் நேரம் மறந்திடுமே வானிலை மாறுமே ஏழு வண்ண வானவில்லில் 100 வண்ணம் தோன்றிடுமே யாவுமே மாயமே வெயிலோடு மழை வந்து தூறுமே முகிலாகி எங்கும் இங்கும் ஊஞ்சலாடுவார் விண்மீன் வருவதில்லை வந்தாலும் கண்ணதை பார்ப்பதில்லை பார்த்தாலும் கையதை தொடுவதில்லை தொட்டாலோ என்ன ஆகும் என் மனம் விண்மீன் வருவதுண்டு வந்தாலும் கண்ணதை பார்ப்பதுண்டு பார்த்தாலும் கையதை தொடுவதுண்டு தொட்டாலும் காதலாகும் மனம் மழையே மனம் உன்னாலே பூ பூக்குதே மனசெல்லாம்
உலகமே நமக்குதான் நீ கூட இருந்துட்டா சொர்க்கமே துறக்குதா உன் கூட நடந்துட்டா உசிரெல்லாம் இனிக்குதான் உன் தோளில் சாஞ்சிட்டா சிறகுதான் முளைக்குதான் கைய பிடிச்சிட்டா ஒரு வார்த்தை கூட இங்க சொல்ல தேவையில்லை காதல் இதுதான் பிரியாது என்ன எப்போதும் நீதான் நினைப்புல குறையாம உன்ன நெஞ்சோட சேர்த்து மறக்கல பிரியாத என்ன எப்போதும் நீதான் நினைப்புல குறையாம உன்னை நெஞ்சோடு சேர்த்த மறக்கல கையால நானும் மேகத்தை தட்டுறவ நீ மட்டும் பார்த்தா கை கட்டி நிக்கிறவ என் பேர நானும் எப்போது சொன்னதில்ல உன் பேர சேர்த்து சொல்லாத நாளும் இல்ல ஈரேழு ஜென்மம் தாண்டி ஒன்ன தோளில் தாங்கணும் தள்ளாடும் போதும் கண்ணு ரெண்டும் உன்னை தேடணும் உயிர் விட்டு போகும் அந்த நொடியில் ஓ உருவம் முன்னால் வரணும் பிரியாது என்ன எப்போதும் நீதான் நினைப்புல குறையாம உன்ன நெஞ்சோட சேர்த்து மறக்கல பிரியாத என்ன எப்போதும் நீதான் நினைப்புல குறையாம உன்னை நெஞ்சோட சேர்த்த மறக்கல ஏதேதோ ஆசை